കാക്കാട് വാ. സലാം കാക്ക. നമ്മള് സാലി ഡോക്ടർ മാറിയാ പോയിരുന്നത്. അതപ്പാ ഞമ്മ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. ആ സാലി ഡോക്ടർ മാറിട്ട് ഒരാഴ്ച ആയില്ല. ഞമ്മത് വലിയ ഇത് കൊടുത്തിട്ട് ആരും കണ്ട് പറഞ്ഞിട്ടുമില്ല നമ്മളോട്. അയ്യായിരിക്ക. ഡോക്ടർ ഞമ്മ അറിഞ്ഞിട്ടാ അത് എപ്പ പോയത്? വീട് ഉണ്ടായില്ലപ്പാ. ആള് പോയിട്ട് ഒരാഴ്ച. ഇരിക്കവിടെ. ഓരോ മരുന്ന് നമുക്ക് നല്ല പൊടിച്ചു. സാലിദ് ഡോക്ടർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിരുന്നു. എന്താ കാക്കാന്റെ അസുഖം ഇപ്പ? സൂക്കറെല്ലാം എടുപ്പാ. ഞങ്ങൾക്ക് നിങ്ങളെ പേരൊന്നും അറിയണം. എന്ത് നിങ്ങളെ പേര്? എന്റെ പേര് ജിൽബി. ജിലേബിയ? ജിലേബി അല്ല കാക്ക, ജിൽബി. ഞമ്മക്കത് അത്ര പൊടുത്തില്ലല്ലോ. പിന്നെ നിങ്ങളെ പൊരയല്ലേടെ? എന്റെ പോലെ തൃശ്ശൂരാണ്. തൃശ്ശൂര് അങ്ങോട്ട് തെക്കോട്ട്. നമുക്ക് അത്ര അറിയാവുന്ന ജാഗയല്ല. നമുക്ക് ഇങ്ങോട്ട് മംഗലാപുരം, മൈസൂർ ഇങ്ങോട്ടല്ലേ നമുക്ക് നല്ലോണം അറിയും. എന്താ കാക്കാന്റെ അസുഖം പറഞ്ഞില്ല? എന്നിട്ടും എന്താ അസുഖം അത് പറ. അത് പറഞ്ഞെങ്കിൽ ബൈക്കിൽ ഭയങ്കര പൊച്ചലും കടച്ചലും എന്തോ തുന്നേറാൻ കഴിയില്ല. ബായിന്ന് ബൈക്കിലേക്ക് പോകുമ്പോ ബൈക്കില് ഭയങ്കര വേദന. അടിവയറ്റിലാണോ? എന്നെ പുടുത്തം, ഭയങ്കര പുടുത്തം. എന്തോ എന്തു തുന്നിയറാൻ കഴിയുന്നില്ല നമുക്ക്. ഒരു ബീപ്പം വെക്കുന്നത് അപ്പൊ എല്ലാം വെക്കുന്നുണ്ട്. ഈ ഹോട്ടലിൽ നിന്നെല്ലാം മക്കളെ നല്ല 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 സാധനം കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് തിന്നാൻ കഴിയുന്നില്ല ഡോക്ടർ. അതന്നെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് കാക്ക പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞൊന്നും മനസ്സിലായില്ല എനിക്ക്. അതിന് ഞാനിപ്പോ ഈ മലയാളല്ലേ ചൊല്ലിയത് ഇത്രയും സമയം. അതല്ല കാക്ക, ഞങ്ങൾ തൃശ്ശൂർക്കാരല്ല, നിങ്ങൾ കാസർഗോട്ടുകാരാകുമ്പോ നമുക്ക്. ഞാനിവിടെ കാസർഗോഡ് ആദ്യമായിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്യണത്. അപ്പൊ എനിക്ക് കാക്കയുടെ ഭാഷ എനിക്ക് അത്ര വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. കറക്റ്റ് ആയതില്ല, അതുകൊണ്ട് ചോദിച്ചത്. എന്തായാലും ഞാൻ കാക്കാനൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പരിശോധിക്ക്. നല്ല പാങ്ങിലൊന്ന് നോക്കിയേ, നല്ല വൃത്തിക്ക് നോക്കിയാന്ന്. ശരി ശരി, ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. വെച്ചു വിടണം. വലിച്ചുവിട്. ശ്വാസം വലിച്ചിട്ടേ. അയ്യോ കാക്ക, ഞാൻ ചെയ്തോളാം. കാക്ക ഇമ്മന്ന് വിട്ടേ. ബൈക്കില് ഭയങ്കര വേദനയുണ്ട്. ഇവിടെ ഈടെ ചളി കിട്ടിയെന്ന് തോന്നി ഉള്ളില്. കാക്കാക്ക് ചളിയല്ല കിട്ടിയേക്കണത് കേട്ടാ. വയറ്റിലെ വേദന അത് കുറച്ച് പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അതെ, കിടത്തിട്ട് തന്നെ ഇവിടെ കിടക്കണം. കിടക്കേണ്ടി വരും ചെലപ്പോ. കിടന്നോളാമോ? അതെ കാക്ക, വേറെ കുഴപ്പമൊന്നുമില്ല. ഗ്യാസ് കയറിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ തോന്നുന്നു. അതിന്റെയൊക്കെയാണ് നെഞ്ചത്തൊക്കെ വേദന ഉള്ളത്. ഗ്യാസ് ഒന്നുമല്ലപ്പാ. ഈ ഗ്യാസിന്റെ വലിയ ഇതൊന്നും അല്ല. നമ്മ അവിടെ കടന്നു നോക്കാം. ഞാൻ കോലി വെച്ചിട്ടൊന്ന് നോക്കി വയലി ഇതെല്ലാം ഇതിന്റെ ഉണ്ട്. പുത്തുവല്ലും കൂട്ടില്ല, ഭയങ്കര ഒന്നും കൂടി നോക്കും. കാക്കാന്റെ അസുഖം എനിക്ക് മനസ്സിലായി. ഗ്യാസ് ഒന്നല്ല ശരിക്കും അസുഖം. ഇനി കിടത്തിച്ച് നോക്കൊന്നും വേണ്ട. എനിക്കിത് വെച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്തൊരു സംഭവം എന്നുള്ളത്. അതെ, ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ തരാം ഗ്യാസിനുള്ളത്. ആ ഇഞ്ചക്ഷൻ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കോ. വേണമെങ്കിൽ ഒരു ECG എഴുതരാം. അപ്പൊ ECG എടുത്തോ കേട്ടാ. എന്നിട്ട് ഈ ഒരാഴ്ചത്തേക്ക് ഞാൻ മരുന്ന് തരുന്നുണ്ട്. അത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക. ഗ്യാസിനുള്ളതാണ്. അതെന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ ഗ്യാസ് കയറുന്ന അസുഖമാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടാ. ഈ മരുന്ന് വാങ്ങിച്ചോട്ടാ. അല്ല, വേണമെങ്കിൽ ഞാൻ 2 ദിവസം കിടന്നിട്ടാകുമ്പോ നല്ല പാങ്ങിൽ ഒരിക്കൽ നിങ്ങൾ നോക്കിയിട്ട് വിട്ടാൽ മതി. ചികിത്സിച്ചിട്ട് അടി നല്ല ഇത് എന്തെന്നുള്ള രോഗം അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ.
എന്റെ പൊന്ന് കാക്ക അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇനി എഴുതിയിട്ടുണ്ട് അല്ലേ? അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഞാന്. ഇതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതപ്പോ നിങ്ങൾ അഡ്മിറ്റ് ഒന്നും ആക്കുന്നില്ലല്ലേ? നമ്മളിവിടെ കിടത്തി ഇറങ്ങുന്നില്ലല്ലോ. എന്റെ കാക്ക ഞാനിപ്പോ ഇഞ്ചക്ഷനാണ് തന്നിട്ടുള്ളൂ. ഇനി അഡ്മിറ്റ് ചെയ്യണ കാര്യം പറഞ്ഞാലോ ഈ വഴിക്ക് വന്നാലോ ഞാൻ സർജറിക്ക് എഴുതി തരും. മര്യാദക്ക് ഇഞ്ചക്ഷൻ വാങ്ങിച്ച് വീട്ടിൽ പോയിക്കോ, അല്ലെങ്കിൽ അടുത്തത് സർജറി ആയിരിക്കും ചെയ്യാൻ പോണേ. അല്ല വേണ്ടപ്പേ, അല്ല നമുക്ക് വേണ്ടപ്പാ, നമുക്ക് പോയിരുന്നു. പോയി ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പോണേ. ആ ഒന്ന് വെക്കല്ല, ഇത് മെയിൻ അവിടെ ക്യാഷ്വാലിറ്റി കാണിച്ചാൽ മതി. ഇഞ്ചക്ഷൻ റൂം അടുത്തുണ്ട് അവിടെ. ഓരോ കിളവന്മാർ ഓരോ കാര്യേ. കുറ്റങ്ങളൊക്കെ എങ്ങനെ സഹിക്കാൻ? ഇനി ഇവിടെ എത്ര നാളിവിടെ ഇരിക്കണം?